ഈ ഒരു വീഡിയോ എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, വിനയൻ എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവൻ എന്നെ നിരന്തരം വിളിച്ചുകൊണ്ട് എനിക്ക് റീൽസ് ഒക്കെ അയച്ചു തരികയൊക്കെ ചെയ്തൊരു സാധനമുണ്ട്. അത് ട്രോൾ വീഡിയോ ആണ് എനിക്ക് കൂടുതലും കിട്ടിയത്. അപ്പോൾ അളി അയച്ചു തന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യട്ടെ. വിശ്വ മ്യൂസിക്. നമുക്കറിയാം ഇപ്പോൾ എയറിൽ നിൽക്കുന്ന ഒരാളാണ് ഈ വിശ്വ മ്യൂസിക് എന്ന് പറയുന്ന ഒരു തന്നെ. ഇവന് റാപ്പറാണെന്നാണ് ഇവൻ പറയുന്നത്. പാട്ടൊക്കെ ഞാൻ കേട്ട് നോക്കി. ഒരു പാട്ട് കേട്ടപ്പോൾ എനിക്ക് വലിയൊരു കുഴപ്പമൊന്നുമില്ല, നല്ല പാട്ട് തന്നെയാണ്. കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ചെറിയ കഴിവേറിയ ആള്, അതാണ് അവന്റെ പ്രശ്നം. അപ്പൊ അതിന്റെയൊക്കെ ട്രോളാണ് ഇപ്പോൾ ഒരുപാട് നടക്കുന്നത്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എനിക്ക് ആദ്യം ഇവന്റെ വീഡിയോയ്ക്ക് കുറെ പേരൊക്കെ കമന്റ് ഇട്ടേക്കുന്നത് കണ്ടു, എന്തോ പാട്ടോടെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നതെന്ന്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഞാൻ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ശരിയെന്നുള്ളതും. കാരണം എന്തൊക്കെയാണ് ഇവൻ കാണിച്ചു കൊടുക്കുന്നത്. പാട്ടൊക്കെ കഴിവൊക്കെ ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് കഴിവ് കാണിക്കാൻ പോയ ഒരു കഴിവേറിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് കളി എത്തിയിട്ടുണ്ട്. ഈ വഴിയെ പോകുന്നവരുടെ അടുത്തൊക്കെ മൈക്ക് കൊണ്ട് വെച്ചിട്ട്, വഴിയെ പോകുന്നവരല്ല ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റഡ് ആണ്, നമുക്ക് കാണുമ്പോഴേ അറിയാം. മൈക്ക് കൊണ്ട് അങ്ങോട്ട് അണ്ണാക്കിലോട്ട് വെച്ചിട്ട് അതെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാളിനെ അറിയാമോ, ഈ പാട്ട് അറിയാമോ, ആ വിശ്വ മ്യൂസിക് അല്ലേ, ആ വിശ്വ മ്യൂസിക് എന്നിട്ട് അതങ്ങനെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ആഹാ എന്നൊരു അളിയൻ്റെ ഒരു ചിരിയുണ്ട്. ആ ചിരി അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് അടുത്ത പരിപാടി അങ്ങോട്ട് തുടങ്ങുക. എന്തൊക്കെ സാധനമല്ലേ. ഞാൻ അതിന്റെ 2 വീഡിയോ ഒന്ന് കാണിച്ചിരുന്നു, നോക്കിക്കോളെ. ഒരു മൂഡ് ഐറ്റം. ഹായ് ഹായ്, പേരെന്താ? ഐഷ. ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോക്ക് വേണ്ടിയായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ വാങ്ങിത്തരും. എന്ത് വാങ്ങിച്ചു തരും? എന്ത് വാങ്ങിത്തരും? അങ്ങനെയാണ് എനിക്ക് മാജിക് മൊമെന്റ്സ് ഫുള്ള് വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരാൻ പറ്റോ ഇല്ലയോ? ഓക്കെ തരാം, പക്ഷെ ഞാൻ പറഞ്ഞ 2 കാര്യം കറക്റ്റായിട്ട് ചെയ്യണം. ഉറപ്പായിട്ടും ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കാമോ? എടുക്കാം. ഓക്കെ, വിശ്വ മ്യൂസിക് എന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, വിശ്വ മ്യൂസിക് അല്ലേ, എനിക്ക് അറിയാം. അയ്യോടാ, ചിരി കേട്ടില്ല, ചിരി ചിരി. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുക്കാമോ? എടുക്കാം. ഓക്കെ, വിശ്വ മ്യൂസിക് എന്ന അക്കൗണ്ട് ഫോളോ ചെയ്തിരിക്കണം. ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ, വിശ്വ മ്യൂസിക് അല്ലേ, എനിക്ക് അറിയാം. ചിരി എന്തൊരു ചിരിയുടെ ചുമ്മാ ആവശ്യമില്ലാതെ. എന്നിട്ട് ഓസ്കാർ ലെവൽ ആക്ടിങ്. ആ സൈഡിൽ നിങ്ങൾക്ക് കാണാം. അതിന്റെ ആ പെണ്ണിട്ട് പറഞ്ഞു വിശ്വ മ്യൂസിക് അല്ലേ, ആ അറിയാം. ആരാ ഇവൻ കൊണ്ടുവന്ന കുറച്ച് ഇവന്റെ കൂട്ടുകാർ, ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചോ കോളേജിൽ പഠിച്ചോ ഒക്കെ ആയിരിക്കാം. അവരെ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ ഈ പറയുന്ന പോലൊക്കെ നീ ചെയ്യണം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇത് ഇങ്ങനത്തെ പരിപാടിയാണെന്നുള്ളത്. എടേ, മര്യാദയ്ക്ക് വല്ല പാട്ടും പാടി മര്യാദയ്ക്ക് നല്ല സാധനങ്ങൾ ചെയ്താൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. അതൊക്കെ നമ്മളിപ്പോൾ ഇന്ന് ഒരുപാട് കാണുന്നതാണ്. സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് നല്ല ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനും, അത് മോശമാണെങ്കിൽ അയാളെ അത് ഉയർത്തിക്കൊണ്ടുവരാതെ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്ന പല അവസ്ഥ. എൻ്റെ വീഡിയോ തന്നെ പലതും ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം അത് സ്വാഭാവികമാണ്. കഴിവുണ്ടെങ്കിൽ നമുക്ക് ഉയർന്നു വരാം. ഞാനിപ്പോൾ ഒരു പാട്ടുകാരനാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ ചെന്ന് മൈക്കും കുത്തി പിടിച്ചിട്ട് അതെ മൈക്ക് എടുക്കട്ടെ, അതെ ഞാനേ നിങ്ങൾ വിശ്വ മ്യൂസിക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടോ, ആ വിശ്വ മ്യൂസിക് അല്ലേ, ആ അറിയാം എന്ന് പറഞ്ഞിട്ട് 10 പേരെ കൂടെ ഫോളോ ചെയ്യിപ്പിച്ച് കിട്ടുന്ന ഒരു ഫോളോവേഴ്സ് അല്ല, അതിന്റെ കഴിവല്ല. ഈ പറഞ്ഞു നടക്കുന്നതിന്റെ ഒരു കഴിവാണ്. വിശ്വ മ്യൂസിക്കിനെ അറിയാം, സ്വയം ഒരു പ്രൊമോഷൻ നടക്കുന്ന ഒരു കഴിവാണ്. തൊലിക്കട്ടി അപാരം തന്നെയാണ് സംഭവിച്ചു വന്നിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഈ വിശ്വ മ്യൂസിക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇനി അടുത്ത് നമുക്ക് വീഡിയോ ഉണ്ടോ ഒരു പയ്യനെ വെച്ചിട്ട്. മച്ചാനെ, ഒരു ഫ്രീക്ക് പയ്യൻ. ഹായ് ബ്രോ. ഹായ് ബ്രോ. രാവിലെ കുളിച്ചിറങ്ങി ഇങ്ങോട്ടാ? ജസ്റ്റ് ഒരു ഫ്രണ്ട് വരും. ഫ്രണ്ട് വന്നിട്ട് സിവിലോട്ടൊന്ന് പോണം. സൂപ്പർ. ഒരു ഓഫർ ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണമെങ്കിൽ 1 ലിറ്റർ ജവാൻ ഞങ്ങൾ വാങ്ങി തരും. ഇത്രയും വലിയ ഗതികെട്ടവൻ. ഒരു ഓഫറും കൂടി ഉണ്ട്. വിശ്വ മ്യൂസിക് എന്നാണ് അക്കൗണ്ട് പേര്. വിശ്വയുടെ ഏതെങ്കിലും പാട്ട് കാണാതെ പാടിയാ നമ്മൾ ടച്ചിങ്സും കൂടി ഫ്രീ ആയിട്ട് തരും. വിശ്വ മ്യൂസിക് എന്ന് പറയുന്നതിന് അവന്റെ മുഖത്ത് ചിരി വന്നു. വിശ്വ മ്യൂസിക് അറിയാം. അതിനുശേഷം ഒരു ചിരി. ഞാൻ അടുത്തൊരു വീഡിയോ ഉണ്ടോ? എന്റെ മച്ച, ഈ സാരിക്ക് എടുത്തൊരു ക്യൂട്ട് കുട്ടി. ഹായ്. അയ്യോ, ഹായ്. ആക്ച്വലി ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ ആണ്. വമ്പൻ ഗിഫ്റ്റ് ഒക്കെയാണ്. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും അടിക്കാൻ പോണേ. ബട്ട് 2-3 കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ആ ഭാഗ്യവതി ഞാനാവട്ടെ. കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ഒരു ആപ്സിങ്ങനെ ഫോളോ ചെയ്തിരിക്കണം. ഒറ്റപ്പെട്ട സ്ഥലത്ത് ഒരു വെടിക്കെട്ട് സാധനം. ഹായ്. എന്തായിരുന്നു? ഒരു ഇൻസ്റ്റാഗ്രാം ഒരു വീഡിയോക്ക് വേണ്ടി ക്രിസ്മസ് സ്പെഷ്യൽ ആണ്. ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. ഗിഫ്റ്റിന്റെ ആവശ്യമില്ല. ശരി, പിന്നെന്താ വേണ്ടേ? എനിക്ക് വേറെ ഗിഫ്റ്റ് മതി. എന്ത് ഗിഫ്റ്റ്? ഞാൻ പറയുന്ന വാങ്ങി തരുമോ? പറ, എന്താ വേണ്ടേ? 2 ബിയർ വാങ്ങി തരും. ഇത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ ചെയ്യണം. എന്തായിരുന്നു? ഞാൻ പറഞ്ഞ ഒരാളെ ഫോളോ ചെയ്തിരിക്കണം. അതുകൂടാതെ അദ്ദേഹം പാടി ഏതെങ്കിലും പാട്ട് പാടണം. നോക്കാം. പേരെന്തായിരുന്നു? വിശ്വ മ്യൂസിക്. ഓ, അറിയാലോ. അറിയാം. മച്ചമ്പി ദേ ഒരു കിടുക്ക് വെച്ച്. ഹായ്.
ജസ്റ്റ് മിനിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് മിറർ നോക്കിയതാണ്. ആക്ച്വലി ഒരു ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് വേണ്ടിയാണ്, ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ്. റാപ്പ് സിംഗിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ ഗിഫ്റ്റ് തരായിരുന്നു. ആരാണ്? വിശ്വ മ്യൂസിക്. നീ ആരുടെ വിശ്വ മ്യൂസിക്? ഞാൻ തന്നെ സത്യം പറയാലോ, ഇവന് അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം അണ്ണ ഇങ്ങനെ ഇറങ്ങി നടന്നിട്ട് എടുക്കുന്നത്. ഇവൻ എപ്പോഴും മാനവീയത്തിന്റെ സൈഡിലുണ്ട്, ഈ കണ്ണാപ്പി പിള്ളേരെല്ലാം ഒത്തുകൂടുന്നൊരു സൈഡിൽ. അപ്പം എന്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് ഇവനെ ഞാൻ കാണുന്നത്, വിശ്വ മ്യൂസിക്. ഞാൻ അപ്പോൾ തന്നെ സെർച്ച് ചെയ്തിട്ട് പാട്ട് കേട്ടു. ആദ്യത്തെ ഒരു പാട്ട് കേട്ടപ്പോൾ അത് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ജസ്റ്റ് അതിന്റെ 2 വരി കേട്ടുമ്പോൾ പറഞ്ഞു, എന്റെ കൂട്ടുകാരൻ പറയടാ ഇവനെ നോക്കണം, ഇവന്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ കയറി കണ്ടപ്പോൾ കുഴപ്പമില്ല, തരക്കേടില്ലാത്തൊരു വീഡിയോ ആണ്. പക്ഷേ ഇതിന് ശേഷം പണ്ട പല റാപ്പുകളും, അതിനുശേഷം അവന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിടാം, വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അവന്റെ ചില റാപ്പുകളൊക്കെ ഉണ്ട്, മറ്റേ ഇങ്ങനെ അടുത്തിരുന്നിട്ട് ചുമ്മാ ഒരു പാട്ടുണ്ടാക്കുന്നത്, നിമിഷ നേരം കൊണ്ട് പാട്ടുണ്ടാക്കുന്നതൊക്കെ പറഞ്ഞിട്ട്. എടേ സത്യം പറഞ്ഞാൽ കൊള്ളൂല്ലടാ, അത് ഒരു കാശിനും കൊള്ളൂല്ല. നീ ഈ ചെയ്യുന്ന ചില പാട്ടുകളൊക്കെ ഞാൻ കണ്ടു, അതൊക്കെ ഒരു കഴിവാണ്. ഈ റാപ്പൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിന് ഈണത്തിൽ പാടുക, അതൊക്കെ പ്രഷറിലേക്ക് എത്തിക്കുക, അതൊക്കെ ഒരു കഴിവ് തന്നെയാണ്. പക്ഷേ അത് നല്ലതിനായിട്ട് ഉപയോഗിക്കുക, അല്ലാണ്ട് ഈ ഊളത്തരമൊക്കെ കാണിച്ചിട്ട് അതിന്റെ റീച്ച് കിട്ടും, അല്ലെ റീച്ച് ഉണ്ടാക്കാന്നൊക്കെ വിചാരിക്കുന്ന വലിയ തെറ്റാണ്. നീ ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ എന്താണ്? ഈ വഴിയെ ചെന്നിട്ട് വിശ്വ മ്യൂസിക് എന്നിട്ട് അവന്റെ നടന്നു വരുന്നൊരു സാധനം ഇടുന്നു, എന്നിട്ട് ഒരു റാപ്പ് കയറ്റുന്നു, എന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇത് ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നിന്നെപ്പറ്റി അറിയാമോ എന്ന് ആദ്യം നീ ചോദിച്ചിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്യും, റിയൽ വീഡിയോ പോസ്റ്റ് ചെയ്യും. അറിയത്തില്ലെങ്കിൽ ഓക്കെ ബൈ, കഴിഞ്ഞു. അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് പോവാം. അല്ലാണ്ട് ഈ വരുന്നവരെ മൊത്തം പിടിച്ചെടുത്തിട്ട് വിശ്വ മ്യൂസിക്കാണ്. ആദ്യം ഒരു ക്ലാസ് ഉണ്ട്, ഞാൻ വിശ്വ മ്യൂസിക് എന്ന് ചോദിക്കും, എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ കോതിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ വന്നിട്ട് ഇങ്ങനെ പറയും, അപ്പം നിങ്ങൾ പറയണം വിശ്വ മ്യൂസിക് എല്ലാം അറിയാം. ഏത്? അപ്പം ഈ വിശ്വ മ്യൂസിക് എല്ലാം അറിയാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കാണുന്ന 5-6 പേര് ഇതാര് വിശ്വ മ്യൂസിക്, അപ്പോൾ ഫോളോ ചെയ്ത് ഇതുപോലെ കിട്ടുമോ? ഒരു കാരണവശാലും കിട്ടത്തില്ല. നിങ്ങൾ ഇവരെ ഫോളോ ചെയ്താലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അളിയൻ അവിടെ വെച്ച് കാണുന്ന ആരെങ്കിലും, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും കൊണ്ടുവന്ന് നിർത്തിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ് നമുക്ക് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇത്തരം ഊളത്തരങ്ങളൊക്കെ കാണിച്ച് റീച്ച് മേടിക്കാതെ വല്ല കഴിവോടുകൂടി കഴിവൊക്കെ ചെയ്ത് മേടിക്കടാവേ, അല്ലാതെ കഴിവേറിയാവരുത് പോലെ.